ഹായ്, എല്ലാവർക്കും ട്രിക്ടൈൻ്റെ യൂട്യൂബ് കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ നമ്മളെ വീക്ക്ലി കറണ്ട് അഫെയർ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വരുന്ന നമ്മുടെ ഡിഗ്രി മെയിൻസ്, അപ്പോൾ LD LP UP ഇതിനെല്ലാം നമുക്കറിയാം. കറണ്ട് അഫെയർ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ വരുന്ന എക്സാമിനെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് അഫെയർ സെക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് സന്തോഷപൂർവ്വം ഏകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യ ചോദ്യം ഇതാ: ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആര് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ ഒരു പ്രായം കുറഞ്ഞ മലയാളി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നിലൻ A ശ്രീജിത്ത് എന്നുള്ളതാണ്. 7 വയസ്സുള്ള തിരുവനന്തപുരം ജില്ലാ സ്വദേശിയായിരിക്കുന്ന നിലൻ A ശ്രീജിത്ത് അമ്മയോടൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്നു. അങ്ങനെ എത്തുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, നിലൻ A ശ്രീജിത്ത് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ്. എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്, നിലൻ A ശ്രീജിത്ത് ആണ്. മാറരുത്. അടുത്ത ചോദ്യം നോക്കിയേ: മഹാകവി ഉള്ളൂരിന്റെ പേരിൽ ജഗതി ഉള്ളൂർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡിന് അർഹനായ വ്യക്തി ആര് എന്നുള്ളതാണ്. അങ്ങനെ 2026 പ്രഖ്യാപിച്ച മഹാകവി ഉള്ളൂരിന്റെ പേരിൽ ജഗതി ഉള്ളൂർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉള്ളൂർ പുരസ്കാരം നേടിയിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ PP ശ്രീധരൻ ഉണ്ണിയാണ്. PP ശ്രീധരൻ ഉണ്ണി. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം നൽകിയെന്ന് ചോദിക്കുകയാണെങ്കിൽ യക്ഷികളുടെ പരിണാമം എന്ന് പറയുന്ന കൃതിക്കാണ്, അല്ലേ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? നമ്മൾ ഉണ്ണികളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളതും, അല്ലേ, യക്ഷികളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? PP ശ്രീധരൻ ഉണ്ണി, അല്ലേ? കൃതി ചോദിച്ചാൽ യക്ഷികളുടെ പരിണാമമാണ്, അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്നൊരു ടെൻഷനൊക്കെ വരുന്നില്ലേ? അപ്പോൾ ഉള്ളൂരിന്റെ പേരിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളുക. എത്രയാണ് ഇതിന്റെ സമ്മാനതുക? 25,000 രൂപയാണ് സമ്മാനതുക. 25,000 രൂപയാണ് സമ്മാനതുക. കൃതി നോക്കി വെച്ചോളുക. ഒരുപക്ഷെ PSC നമ്മളോട് കൃതി തരാം. യക്ഷികളുടെ പരിണാമം ആരുടെ കൃതിയാണ്? PP ശ്രീധരൻ ഉണ്ണി. അടുത്തതാ ഒരു ചോദ്യം നോക്കി, ഒരു നിയമനമാണ്. നമ്മളിപ്പോൾ 2026 16ാമത് കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് നിയമസഭ മന്ത്രിമാര് വകുപ്പുകൾ നമ്മളെല്ലാം കോഡുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്താൽ മതി. 16ാം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരും അവയുടെ വകുപ്പെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ കോഡുകളായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒപ്പം ആ ഒരു വ്യക്തിത വീണ്ടും, അല്ലെ, നേരത്തെ നമ്മളത് പ്രഖ്യാപിച്ചിരുന്നു, അല്ലെ? ആ 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഷാനിമോൾ ഉസ്മാൻ ചുമതലയേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ്. അവർക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു മുഹമ്മദ് മുക്സി. മത്സരിച്ച എതിർ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മുഹമ്മദ് മുക്സിയാണ് മത്സരിച്ച എതിർ സ്ഥാനാർത്ഥി. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ കേസുകളിൽ വിധി പ്രഖ്യാപിക്കുവാൻ സുപ്രീം കോടതി ബെഞ്ച് പരമാവധി എത്ര മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കാനാണ് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം, ഹൈക്കോടതിയിലൊക്കെ വാദം പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത് വിധി പ്രഖ്യാപിക്കാനായിട്ട് ലേറ്റ് ആയിട്ടൊക്കെ വരുന്നു. അങ്ങനെ ഒട്ടനവധി കേസുകൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞിരിക്കുന്നു 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഉത്തരവിറക്കിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസമാണ്. അപ്പം ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ കേസുകളിൽ വിധി ഇനി പ്രഖ്യാപിക്കുവാൻ സുപ്രീം കോടതി ബെഞ്ച് പരമാവധി എത്ര മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം എന്നുള്ള ഉത്തരവിറക്കിയെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 3 മാസമാണ്. നോക്കി വെച്ചോളുക, 3 മാസം. അടുത്തൊരു ചോദ്യം വീണ്ടും ഒരു നിയമനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഹൈക്കോടതി ജഡ്ജി പദവിയിൽ ഇരിക്കാതെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 2ാമത്തെ വനിതയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതി ജഡ്ജി പദവിയിൽ ഇരിക്കാതെ ആർക്കും സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജഡ്ജിയായി പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം നോക്കി, ഹൈക്കോടതി ജഡ്ജി പദവിയിൽ ഇരിക്കാതെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ വനിത എന്ന ചരിത്ര നേട്ടം ആര് സ്വന്തമാക്കിയിരിക്കുന്നു? വെങ്കിട സുബ്രഹ്മണി മോഹന സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു വനിതയാണ്, 2ാമത്തെ വനിതയും കൂടിയാണ്. അങ്ങനെ ആ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ വനിതയാണ് അവർ. അപ്പം ആദ്യ വനിതയാരാ? ഇന്ദു മൽഹോത്ര. കേട്ടോ,
ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദു മൽഹോത്രയാണ്. ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദു മൽഹോത്ര. രണ്ടാമത്തെ വനിത ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെങ്കിട്ട സുബ്രഹ്മണി മോഹന എന്ന് പറയുന്ന വനിതയാണ്. അടുത്ത ചോദ്യം ഒരു വോയിസ് ചാറ്റ് ബോട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതു പരാതി പരിഹാര സംവിധാനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുവാൻ ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ AI വോയിസ് ചാറ്റ് ബോട്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതു പരാതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പരിഹാര സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പുതിയ ഒരു AI ചാറ്റ് ബോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അല്പ സമാധാനം നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതിൻ്റെ ചാറ്റ് ബോട്ടിൻ്റെ പേര് സമാധൻ ദീദി എന്നുള്ളതാണ്. സമാധൻ ദീദി എന്നുള്ളതാണ് AI ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? സമാധൻ ദീദി എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ 22 ലാംഗ്വേജ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാറ്റ് ബോട്ട് വരുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റാവുന്നതാണ്. നോക്കൂ, കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആര് എന്നുള്ളതാണ്. കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായി ആര് ചുമതലയേറ്റിരിക്കുന്നു? DK ശിവകുമാർ ചുമതലയേറ്റിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഇനി മുതൽ കർണാടകയുടെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? DK ശിവകുമാറാണ്. കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായിട്ട് ആര് ചുമതലയേറ്റിരിക്കുന്നു? DK ശിവകുമാർ ചുമതലയേറ്റിരിക്കുകയാണ്. വീണ്ടും ഒരു നിയമനമാണ്. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും ഉറപ്പാക്കുന്നതിനായി ആരവല്ലി മലനിരകളുടെ ഏകീകൃത നിർവചനവും അതിർത്തി നിർണയവും രൂപപ്പെടുത്തുവാൻ 5 അംഗ ഉന്നതാധികാര സമിതിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനായ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാഞ്ചൻ ദേവിയാണ്. അല്ലേ? നമുക്കറിയാം, ആരവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട് ഖനനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. അല്ലെ, ഇന്ത്യയിൽ ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടന്നൊരു സംഭവം കൂടിയായിരുന്നു. ആ ഖനനം എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു ചെയർപേഴ്സണെ നിയമിച്ചിരിക്കുന്നു. അവരിനി പഠിച്ച് അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യും, സർക്കാരിന് സമർപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിയമിതനായിരിക്കുന്ന ആ സമിതിയുടെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് കാഞ്ചൻ ദേവിയാണ് ചെയർപേഴ്സൺ. നല്ലൊരു ചോദ്യമാണ്. കാഞ്ചൻ ദേവിയാണ് ചെയർപേഴ്സണായിട്ട് നിയമിതനായിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, അതിന് പറയുന്ന മറ്റൊരു പേരുണ്ട് സെപ. അത് നിലവിൽ വന്നത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 ജൂൺ മാസം 1-ാം തീയതി മുതലാണ്. അപ്പോൾ 2026 ജൂൺ മാസം 1-ാം തീയതി സഭാ കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഒമാനാണ്. അങ്ങനെയും ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്ന് വായിച്ച ഇന്ത്യയും ഒമാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സെപ നിലവിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2026 ജൂൺ മാസം 1-ാം തീയതി നിലയിൽ വന്നു. അപ്പോൾ സഭാ കരാറിൽ അല്ലെ 2026 ജൂൺ മാസം 1-ാം തീയതി ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒമാനാണ്. ഒമാൻ. അതും നോക്കി വെച്ചോളുക. ആ ക്വസ്റ്റ്യൻ അങ്ങനെയും വരാം. അടുത്ത ചോദ്യത്തിലൂടെ വാമനിലെ പ്രവേശിക്കാൻ നോക്കൂ. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ബംഗ്ലാദേശ് ഗവൺമെന്റ് ഗംഗാ നദിയുടെ കുറുകെ രാജ്ബാരി ജില്ലയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച വൻകിട നദീജല പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ബംഗ്ലാദേശ് ഗവൺമെന്റ് ഗംഗാ നദിയുടെ കുറുകെ എന്ത് ചെയ്യുന്നു? ഒരു വൻകിട ഒരു പദ്ധതി, നദീജല പദ്ധതി കൊണ്ടുവരുന്നു. അതിന്റെ പേരാണ് പത്മ ബാരേജ് എന്നുള്ളതാണ്. പത്മ ബാരേജ്. അപ്പോൾ അടുത്തിടെ പത്മ ബാരേജ് പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബംഗ്ലാദേശിനെ കിട്ടണം. ആ പദ്ധതി കൊണ്ടുവന്നത് ഏത് രാജ്യത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്താണ്. അല്ലെ, ബംഗ്ലാദേശ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗംഗാ നദിയുടെ കുറുകെ രാജ്ബാരി ജില്ലയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച വൻകിട നദീജല പദ്ധതി ഏതെന്ന് ചോദിച്ചാലാണ് പത്മ ബാരേജ് പദ്ധതി എന്നുള്ളതാണ്. ഇതൊരു നല്ലൊരു ചോദ്യമാണ്. 2026 ജൂൺ മാസത്തിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, 2026 ജൂൺ മാസമായപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തിയത് ഏത് രാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലേഷ്യയാണ്. നല്ലൊരു ചോദ്യമാണ്. അല്ലേ, കുട്ടികളൊക്കെ ഫോണിൽ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നു, അത് അഡിക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കേസുകളൊക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലൊക്കെ വരുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാലും അങ്ങനെ മലേഷ്യൻ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്ത് ചെയ്യുന്നു? അവർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ നോക്കിക്കോ, ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബ്രിട്ടനിലെ പ്രമുഖ പത്രമായിരിക്കുന്ന ദ ഗാർഡിയൻ നടത്തിയ സർവേയിൽ 170-ലധികം എഴുത്തുകാരും നിരൂപകരും അക്കാദമിക് വിദഗ്ധരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച
ഇംഗ്ലീഷ് നോവലായി തിരഞ്ഞെടുത്തത് ഏത് നോവല് എന്നുള്ളതാണ്. അങ്ങനെ 2026 ഒരു ഇംഗ്ലീഷ് നോവലിനെ ബ്രിട്ടീഷ് പ്രമുഖ പത്രമായിരിക്കുന്ന ദ ഗാർഡിയൻ തിരഞ്ഞെടുത്തു. അത് ഏതാണ് ഇംഗ്ലീഷ് നോവൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലാണ്. മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലാണ്. നമ്മളിൽ പലരും ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിഡിൽ മാർച്ച് ആരെഴുതിയിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മേരി ആൻ ഇവാൻസ് ആണ് എഴുതിയിരിക്കുന്നത് മിഡിൽ മാർച്ച്. ആ മേരി ആൻ ഇവാൻസിന്റെ തുലികാനാമമാണ് പിള്ളേരെ ജോർജ് എലിയറ്റ് എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മേരി ആൻ ഇവാൻസ് എന്ന് പറയുന്നു. ഏതാണ് നോവൽ എന്ന് ചോദിച്ചാൽ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന നോവലാണ്. ബ്രിട്ടനിൽ UK നടക്കുന്ന ഒരു കഥയെ കുറിച്ച് പറയുന്ന ഒരു നോവൽ കൂടിയാണ് മിഡിൽ മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാവുന്നതും പ്രത്യേകിച്ച് മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിലൊരു നോവൽ, ആദ്യത്തെ 100 പട്ടികയിൽ ഇടം നേടിയ ഒരു നോവലുണ്ട്. അതിന് നമ്മൾ മലയാളക്കര എന്ത് പറയാനായിട്ട്, മലയാളക്കരയിൽ വെച്ച് എഴുതി, അല്ലെങ്കിൽ അതൊരു പശ്ചാത്തലമായി വന്നിരിക്കുന്ന ഒരു നോവൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. മനസ്സിലാവും. ഇതിൽ 32ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതിയാണ്. 32ാം സ്ഥാനത്ത് അരുന്ധതിയുടെ നോവലായിരിക്കുന്ന ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വന്നിരിക്കുന്നു. 100-ൽ 32ാം സ്ഥാനം അരുന്ധതി റോയ്. നമുക്കറിയാം അല്ലെ, ബുക്കർ പുരസ്കാരം നേടിയിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും കൂടിയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. അവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ, കോട്ടയം ജില്ലയിലെ എന്താ പറയുന്നത് അയ്മനം പശ്ചാത്തലമായിട്ട് വരുന്ന അരുന്ധതി റോയുടെ കൃതിയും കൂടിയാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. അത് കൃതി എന്ത് ചെയ്യാണ്, നമ്മുടെ 32ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതി. മുന്നോട്ട് പ്രവേശിക്കാം. അടുത്തൊരു ചോദ്യം ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ 2026 അല്ലേ. അങ്ങനെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ വന്നിരിക്കുന്നു. 2026 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിലും നമുക്കതിൽ അഭിമാനിക്കാവുന്നൊരു ചോദ്യം കിടപ്പുണ്ട്. ഇതിൽ മികച്ച സിനിമയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ബംഗാൾ സിനിമയായിരിക്കുന്ന ബക്ഷോ ബോണ്ടി എന്ന് പറയുന്ന സിനിമയാണ്. ബക്ഷോ ബോണ്ടി എന്ന് പറയുന്ന ബംഗാൾ സിനിമയാണ്. ഒരുപക്ഷെ അതിന് ഷാഡോ ബോക്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മികച്ച സിനിമ ഷാഡോ ബോക്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ബംഗാളി സിനിമയും കൂടിയായിരിക്കുന്ന ബക്ഷോ ബോണ്ടിയാണ് മികച്ച സിനിമ. 2026 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. മികച്ച സംവിധായകൻ ലക്ഷ്മിപ്രിയ ദേവി. ഏതാണ് സിനിമയെന്ന് ചോദിക്കുകയാണെങ്കിൽ ബൂങ് ആണ്. മണിപ്പൂരി ചിത്രമായിരിക്കുന്ന ബൂങ് ചിത്രമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്ന ലക്ഷ്മിപ്രിയ ദേവി മികച്ച സംവിധായകനായിരിക്കുന്നു. ഈ കാറ്റഗറിയിൽ നമ്മൾ അറിയേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് മികച്ച നടൻ ആര് എന്നുള്ളതാണ്. മികച്ച നടൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിഖിൽ യാദവാണ്. മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്, നിഖിൽ യാദവാണ്. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിമുക്ത് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് നിഖിൽ യാദവും. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രധാനമാണ്, മീനാക്ഷി ജയൻ. നോക്കി വെച്ചോളുക. മീനാക്ഷി ജയൻ. വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് മീനാക്ഷി ജയൻ മികച്ച നടിയായിരിക്കുന്നു. മലയാളം സിനിമയും കൂടിയാണ് വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ. ഏകദേശം പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്ന മീനാക്ഷി ജയൻ മികച്ച നടിയായിരിക്കുന്നു. മികച്ച നടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2026 പ്രഖ്യാപിച്ച നമ്മളോട് ചോദിക്കും ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്, മീനാക്ഷി ജയൻ ആണ്. ഏതാണ് ചിത്രമെന്ന് ചോദിച്ചാൽ ഏതാണ്, വിക്ടോറിയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളുക. ഒരു രോഗം കാരണം ചർച്ച ചെയ്യപ്പെട്ട ഒരു ദേശീയ ഉദ്യാനമാണ്. ഏഷ്യാറ്റിക് സിംഹങ്ങളെ ബാധിച്ച മാരകമായിരിക്കുന്ന പരാത രോഗമായ ബാബോസിയ രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ വനപ്രദേശം ഏത് എന്നുള്ളതാണ്. അങ്ങനെ ബാബോസിയ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ വനപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഗിർ വനപ്രദേശമാണ്. 12-ൽ പരം സിംഹങ്ങൾ അവിടെ, സിംഹക്കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണു എന്നുള്ളതായിരുന്നു ഈ ബാബോസിയ എന്ന് പറയുന്ന രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന്. അത് വാർത്തയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, ഒന്ന് നോക്കി വെച്ചോളുക. അങ്ങനെ ഏഷ്യാറ്റിക് സിംഹങ്ങളെ ബാധിച്ച മാരകമായിരിക്കുന്ന പരാത രോഗമായിരിക്കുന്ന ബാബേസിയ രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ വനപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ഗിറാണ്. ഇത് നമുക്കറിയാം ഗുജറാത്തിലാണ്. നമുക്കറിയാം 2026 പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിച്ചു. നമുക്കറിയാം എന്താണ്, ജൂൺ മാസം 5-ാം തീയതിയാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു.
അങ്ങനെ ഈ ജൂൺ മാസം 5-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം വന്നിരിക്കുന്നു. എവിടെയായിരുന്നു ഇപ്രാവശ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി ചോദിക്കണമെങ്കിൽ അസർബൈജാനിലെ ബാക്കു ആണ്. 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അസർബൈജാനിലെ ബാക്കു നോക്കി വെച്ചോളുക. അസർബൈജാനിലെ ബാക്കു. നമുക്ക് ഇപ്രാവശ്യത്തെ തീം ഒന്ന് നോക്കി വെച്ചോളുക. ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം, അല്ലേ? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് തീം. ഇനി 2025 വേദി ചോദിക്കുകയാണെങ്കിൽ അത് ദക്ഷിണ കൊറിയയിലെ, മനസ്സിൽ പറഞ്ഞോ, ദക്ഷിണ കൊറിയയിൽ എവിടെയാ? ജെജു, അല്ലേ? ദക്ഷിണ കൊറിയയിലെ ജെജു ആയിരുന്നു 2025 വേദി. ദക്ഷിണ കൊറിയയിലെ ജെജു. 24 നമുക്കറിയാം സൗദി അറേബ്യ ആയിരുന്നു. PSC LD ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചൊരു ചോദ്യം കൂടിയായിരുന്നു. ഒന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ 26 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി നമ്മൾ നോക്കി വെച്ചോളുക. അത് അസർബൈജാനിലെ ബാക്കു ആണ്. എന്താണ് അതിന്റെ ഇപ്രാവശ്യത്തെ തീം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2026 ആഗോള എർത്ത് പ്രൈസ് പുരസ്കാരം നേടിയ 3 ഇന്ത്യൻ കൗമാരക്കാർ ആരൊക്കെയെന്നാണ്. 16 വയസ്സുള്ള 3 ഇന്ത്യൻ കൗമാരക്കാർ 2026 ആഗോള എർത്ത് പ്രൈസ് നേടിയിരിക്കുന്നു. ആ പേര് ഞാനൊന്ന് വായിക്കുന്നു. വിവാൻ ചൗചാരിയ, മറ്റൊന്ന് അരിയാന അഗർവാൾ, അവയാന മേത്ത. 3 പേരാണ് ഇവർ. നമ്മുടെ വാളംപുളിയിൽ നിന്നും, അത് വാളംപുളി ജലത്തിലിടുകയാണെങ്കിൽ, പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്ന ജലത്തിൽ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ അതിൽ നിന്നും പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കാമെന്നുള്ളൊരു ടെക്നോളജി കണ്ടുപിടിച്ചതിനാണ് അവർക്ക് ഈ ആഗോള എർത്ത് പ്രൈസ്. ആഗോള എർത്ത് പ്രൈസ് ഒട്ടനവധി പേർക്ക് കൊടുത്തു. അതിൽ നമുക്ക് 16 വയസ്സുള്ള ഈ 3 ഇന്ത്യക്കാർ നമുക്ക് പ്രധാനമാണ് എന്നുള്ളതാണ്. അവർ അതിന് നൽകിയിരിക്കുന്ന നോക്കി. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന, അല്ലേ, പ്ലാസ്റ്റിക് എന്ന നൂതനവും ചെലവ് കുറഞ്ഞതുമായിരിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതിനാണ് അവർക്ക് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മീൻസ് ഈ വാളംപുളിയിൽ നിന്നും അതിൻ്റെ കുരു യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ എത്രയോ വാളംപുളി കളിച്ചിരിക്കുന്നു, അല്ലേ? യെസ്. അപ്പം നോക്കി വെച്ചോളുക. ആ 3 പേരും ഞാൻ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകുന്നു. നോക്കി വെച്ചോളുക. അതിലൊന്ന് വിവാൻ ചൗചാരിയ, അരിയാന അഗർവാൾ, മറ്റൊന്ന് അവയാന മേത്ത. 3 പേരാണ്. ഒന്ന് നോക്കി വെച്ചോളുക. അതേ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നമ്മളെ ഒരു ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യയുടെ 100ാമത് റാംസർ സൈറ്റ് വന്നിരിക്കുന്നു, അല്ലെ? ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ, അല്ലെ, ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. അങ്ങനെ ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റായി വളരെ, അല്ലേ, സുർഹാത്താൽ പക്ഷി സങ്കേതമെന്നോ അല്ലെങ്കിൽ നമുക്ക് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമെന്നോ അതിനെ എന്ത് ചെയ്യാം അവർ പറയുമെന്നുള്ളതായിരുന്നു. എന്നിരുന്നാലും നമ്മൾ നോക്കി വെച്ചോളുക. ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ്, ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, അല്ലേ? 100 എന്ന് പറയുമ്പോൾ നമ്മൾ ജയിച്ചു. ജയ് 100 ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതമാണ്. നോക്കി വെച്ചോളുക. ഏത് സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. അതും പഠിച്ചു വെച്ചോളുക. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്തൊരു ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ബോർഡർ വില്ലേജ് ഏത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെയാണേ. ഒന്ന് നോക്കി വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ബോർഡർ വില്ലേജ് ഏതെന്ന് ചോദിച്ചാൽ അത് ചുമൂർ ആണ്. വളരെ ചുമൂർ എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിലെ ചുമൂരിലാണ്. ഓക്കെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോഡൽ ബോർഡർ വില്ലേജ് കേന്ദ്ര സർക്കാരിൻ്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ മാതൃകാ ഗ്രാമം എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കും എന്നുള്ളതാണ്, അല്ലേ? ചൈനയുമായിട്ട് അതിർത്തിയൊക്കെ പങ്കുവയ്ക്കുന്നതും കൂടിയാണ്. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ബോർഡർ വില്ലേജ് ഏതെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലെ ചുമൂറാണ്. അടുത്ത ചോദ്യത്തിലൂടെ പ്രവേശിക്കുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കൂ. നമ്മുടെ പാലോട് പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു സസ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം നോക്കി. പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്ന്
പാലോടിലെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യം ഏത് എന്നുള്ളതാണ്. നമ്മൾ ഈ പുതിയ സസ്യം ഒരുപക്ഷെ നമ്മൾ പലരും ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല, ഇത് ഇതിൻ്റെ ഒരു വേറെ ഒരു ഇനം പുതിയ സസ്യമാണ്. ഹംബോൾട്ടിയ നയരിയാന എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഹംബോൾട്ടിയ നയരിയാന എന്ന് പറയുന്ന ഒരു സസ്യം, നല്ല പേരാണല്ലേ. ഹംബോൾട്ടിയ നയരിയാന എന്ന് പറയുന്ന ഒരു സസ്യത്തെ എന്ത് ചെയ്യുന്നു? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ എന്ത് ചെയ്യാണ്? കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സസ്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് PSCയുടെ ചോദ്യങ്ങളിൽ വരേണ്ട ചോദ്യങ്ങൾ കൂടിയാണ്. ഹംബോ, ഈ ഒരു സസ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കണ്ട. അപ്പോൾ ഹംബോ എന്നുള്ളത് മനസ്സിൽ കിട്ടട്ടെ. ഹംബോ പുതിയൊരു സസ്യം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ചെന്തുരുണി എന്നാണ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഹംബോ, ചെന്തുരുണി, ഹംബോൾട്ടിയ നായരിയാന എന്ന് പറയുന്ന ഒരു കുഞ്ഞു സസ്യമാണേ. ഇതേ അടുത്ത ചോദ്യം. അടുത്തിടെ ഇന്ത്യയിലെ ഏതു ദ്വീപിന് സമീപമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനി നിരകളായിരിക്കുന്ന പൊട്ടറ്റോ പാച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. അടുത്തിടെ ഇന്ത്യയിലെ ഏത് ദ്വീപിന് സമീപമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിൽ ഒന്നായ പൊട്ടറ്റോ പാച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ കടമത്ത് ദ്വീപാണ്. കടമത്ത് ദ്വീപ് എന്ന് പറയുമ്പോൾ അത് ലക്ഷദ്വീപിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റിൻ്റെ കോളനികളിൽ ഒന്നായിരിക്കുന്ന പൊട്ടറ്റോ പാച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പവിഴപ്പുറ്റാണ് അല്ലേ, പൊട്ടറ്റോ എന്തെങ്കിലും ഓർത്തിരുന്നാൽ മതി. പൊട്ടറ്റോ അല്ലേ, കടമത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പൊട്ടറ്റോ കഴിച്ചിരിക്കുന്നതായിട്ട്. എന്തായിരുന്നാലും കടമത്താണ്. കടമത്ത് പൊട്ടറ്റോ പാച്ച് എന്ന് പറയുന്ന ഒരു പവിഴപ്പുറ്റ് കോളനികൾ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊട്ടറ്റോ പാച്ച് ഇവിടെ നമ്മൾ കടമത്ത് ദ്വീപ് എവിടെയാണ്? അത് ലക്ഷദ്വീപിലാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്ത്യൻ നഗരം എന്ത് ചെയ്യാണ്? ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മുംബൈയിലെ മഹാരാഷ്ട്ര പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേകത, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധദ്രവ്യ ഗവേഷണ വികസന കേന്ദ്രമായ ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധദ്രവ്യ ഗവേഷണ വികസന കേന്ദ്രമായിരിക്കുന്ന യൂണിലിവർ ഫ്രാഗ്രൻസ് ഹബ്ബ് എവിടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു? യൂണിലിവർ ഫ്രാഗ്രൻസ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സുഗന്ധദ്രവ്യ ഗവേഷണ വികസന കേന്ദ്രമായിരിക്കുന്ന യൂണിലിവർ ഫ്രാഗ്രൻസ് ഹബ്ബ് എവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു? മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നമ്മൾ അടുത്ത ചോദ്യത്തിലൂടെ പ്രവേശിക്കുന്നു. ഇപ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയായിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രിക്സ് ദുരന്ത സാധ്യത റിഡക്ഷൻ, അങ്ങനെ അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ്, ആദ്യത്തെ വർക്കിംഗ് ഗ്രൂപ്പ് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കി. ബ്രിക്സ് ദുരന്ത സാധ്യത റിഡക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെ നിന്നാണ്? ആദ്യ യോഗം നമ്മൾ അങ്ങനെ ഒഡീഷയിലെ പുരിയിൽ കൂടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഒഡീഷയിലെ പുരിയിൽ കൂടി എന്ന് ചോദിച്ചാൽ 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2026 അല്ലേ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അങ്ങനെ നമ്മൾ ബ്രിക്സ് ദുരന്ത സാധ്യത റിഡക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പ് നമ്മൾ എവിടെ ആരംഭിച്ചു? ആദ്യത്തെ മീറ്റിംഗ് അത് ഒഡീഷയിലെ പുരിയിലാണ് ആരംഭിച്ചു എന്നുള്ളതാണ്. ഉറപ്പാണെന്ന് ചോദിച്ചും ഇപ്രാവശ്യം 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഇന്ത്യയാണ്. നോക്കി വെച്ചോളുക. ഇങ്ങനെ 1-2 മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനം നടത്തി പോയിരിക്കുകയാണ്. 2026 ജൂൺ 3 മുതൽ 7 വരെ ഇന്ത്യയിൽ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തിയ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആര് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ ആരാണ് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് വേണമെങ്കിലും ചോദിക്കാം. എന്തുകൊണ്ട് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഒരു ചോദ്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൂൺ മാസം ഇന്ത്യ സന്ദർശിച്ചിട്ട് പോവുകയാണ്. ആക്ടിംഗ് പ്രസിഡന്റിന്റെ പേര് നോക്കൂ, ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്നതാണ് അല്ലേ. ഡൽഹി കൊള്ളാം, നല്ല കണക്ട് ചെയ്യാം അല്ലെ. ഡൽഹി ഇവിടെ ഹി ആയിരുന്നു കുഴപ്പമില്ല അല്ലേ. ഡൽസി അല്ലേ.
റോഡ്രിഗസ് അല്ലെ, വെനസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസം 3 മുതൽ 7 വരെ ഇന്ത്യ സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക. ഓക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ വന്ന് മീറ്റിംഗ് നടത്തി എന്നുള്ളതായിരുന്നു. ഈ അടുത്ത ചോദ്യത്തിലൂടെ പ്രവേശിക്കാൻ. നമ്മുടെ അടുത്ത ചോദ്യം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 19ാമത് അല്ലേ, നമ്മൾ 2026 19ാമത് IPL കിരീടം നടന്നിരിക്കുകയാണ്. IPL കിരീടവുമായി ബന്ധപ്പെട്ട് A to Z പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ട്രിക്സിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, 19ാമത് IPL കിരീട ജേതാക്കളാരെന്ന് ചോദിച്ചാൽ അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയമാണ് അല്ലേ. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയം കൈവരിക്കുന്ന മൂന്നാമത്തെ ടീമും കൂടിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അങ്ങനെ 3 ടീമുകളായി തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയം കൊണ്ടുവന്നിരിക്കുന്നു. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു? ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. IPLുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ് അല്ലെ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 2026 19ാമത് IPL വിജയികളാണ്. റണ്ണറപ്പ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. എവിടെയായിരുന്നു ഫൈനലിന്റെ വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. എവിടെയാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു വേദി വന്നിരിക്കുന്നു. ഇനി മാൻ ഓഫ് ദ മാച്ച്, ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി. 75 റൺസുകൾ നേടിയ വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരം. എങ്കിൽ ടൂർണമെന്റിലെ താരം ആരെന്ന് ചോദിച്ചാൽ ആ 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയാണ് അല്ലേ. വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. ആരെന്ന് ചോദിച്ചാൽ അത് വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ 6 നേടിയ താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടിയ സ്ട്രൈക്ക് റേറ്റ് വൈഭവ് സൂര്യവംശിയാണ്. ഇപ്രാവശ്യത്തെ ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശിയാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. അതിലേക്കായി നിങ്ങൾക്ക് IPL മാത്രമായിട്ട് നമ്മളൊരു കറണ്ട് അഫെയർ യൂട്യൂബിൽ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ മെല്ലെ പ്രവേശിക്കാമല്ലോ. കമാൺ. 2026 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീം ഏതെന്നാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചാമ്പ്യൻസ് ലീഗാണ് UEFA ചാമ്പ്യൻസ് ലീഗ്. അത് 2026 ആര് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ PSG നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. പാരീസ് സെന്റ് ജർമ്മൻ എന്ന് പറയുന്ന ഒരു ടീം എന്ത് ചെയ്യാണ്, കൊണ്ടുപോയിരിക്കുന്നു. PSG കൊണ്ടുപോയിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ വിജയം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് PSG ആണ്. PSG അങ്ങനെ 2026 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ ടീമാണ് PSG. ഈ അടുത്ത ചോദ്യം. 2026 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. 2026 സിംഗപ്പൂർ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയിരിക്കുന്ന 2 പേരുകൾ നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള പേരുകളാണ്. അത് സാത്വിക് സാരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ്. ഇന്ത്യയുടെ പ്രധാന ബാഡ്മിന്റൺ താരങ്ങളായിരിക്കുന്ന സാത്വിക് സാരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും അടങ്ങുന്ന സഖ്യം 2026 സിംഗപ്പൂർ ഓപ്പൺ ഡബിൾസ് പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നു. ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യം അവർക്ക് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നൽകിയവരായിരുന്നു സാത്വിക് സാരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായിക വികസന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരമായിരിക്കുന്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ് സാത്വിക് സാരാജ് രംഗറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി. ദൈവമൊന്നു മക്കളെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് 2026 22ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. 2026 22ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. 2ാം സ്ഥാനം. 1ാം സ്ഥാനം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈന 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 25 മെഡലുകളോടെ, ടോട്ടൽ 25 മെഡലുകളും 14 സ്വർണ്ണങ്ങളോടെ ചൈന 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നോക്കൂ, അണ്ടർ 19 നമ്മുടെ സ്വർണം 10 സ്വർണമാണ്. 10 സ്വർണം. താമസിയാതെ നമ്മളപ്പോൾ ചൈനയെ തോൽപ്പിക്കും. 14 സ്വർണ്ണേ ഉള്ളൂ ചൈനയ്ക്ക്. 4 സ്വർണം കൂടി നമ്മളിവിടെ കൂടിയെങ്കിൽ സെറ്റ് ചെയ്യും അടുത്ത എല്ലാ ഗെയിംസ് നടക്കുമ്പോൾ.
10 സ്വർണം, 5 വെള്ളി, 4 വെങ്കലം ഉൾപ്പെടെ നമുക്ക് 19 മെഡലുകൾ നേടി നമ്മൾ എത്രാം സ്ഥാനത്തായി പോയി? ഈ 2ാം സ്ഥാനത്താണ്. 2026 22ാമത് ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2ാം സ്ഥാനമാണ്. എത്ര സ്വർണ്ണമുണ്ട്? 10 സ്വർണം, അതിൻ്റെ പകുതി 5 വെള്ളി അല്ലേ, പിന്നെ ഒരു 4 വെങ്കലം. ഒന്ന് നോക്കി വെച്ചോളുക, അവിടെ 1ാം സ്ഥാനം ചൈനയാണ്. ഒന്നും നോക്കി വെച്ചോളുക. മലയാളികൾക്ക് അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടിയിരിക്കുന്ന ആദ്യ മലയാളി കണ്ണൂർ ജില്ലാ സ്വദേശിയായിരിക്കുന്ന തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. അങ്ങനെ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ആദ്യമായിട്ടൊരു മലയാളി നമ്മുടെ ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടിയിരിക്കുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഒന്ന് നോക്കി വെച്ചോളുക. 2026 ഫുട്ബോൾ ലോകകപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം 3 രാജ്യങ്ങളിലാണ് കളി നടക്കുന്നു അല്ലേ. അതിന് നമ്മൾ യു ക്യാൻ മീ എന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. USA അല്ലേ, കാനഡ, മറ്റൊന്ന് മെക്സിക്കോ. 3 രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നു. അതും നോട്ട് ചെയ്ത് വെച്ചോളുക. ചോദ്യം: നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ 2026 നടന്ന നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയം കൈവരിക്കുന്നു. ആ ഇന്ത്യക്കാരൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ആർ പ്രജ്ഞാനന്ദ അല്ലേ. ജർമ്മനിയുടെ വിൻസെന്റ് കൈമറയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 20-കാരനായിരിക്കുന്ന ആർ പ്രജ്ഞാനന്ദ ഈ അഭിമാനകരമായിരിക്കുന്ന നേട്ടം നമുക്ക് സ്വന്തം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ടൂർണമെന്റിൽ ജേതാവുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആർ പ്രജ്ഞാനന്ദ. ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരൻ 2026 നടന്നതാണ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്ടനിൻ്റെ ടെലഗ്രാം ചാനലിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. Thank you.